ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കമലാ ഗോവിന്ദൻ്റെ സിന്ദൂരം എന്ന നോവലിൻ്റെ 16ാമത്തെ അധ്യായമാണ്. നോവലിലേക്ക് പോയാലോ? ഏറെ നേരം ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല ദേവൂട്ടിക്ക്. എന്താണ് ഈ പറഞ്ഞത്? മകൾക്ക് വിഷം കൊടുത്തു കൊല്ലാനോ? അതും 10 ചുമന്നു പെറ്റ് താൻ പാവം തീർക്കാൻ താനും കഴിക്കാനോ? ദേവൂട്ടി, സുഖുവിൻ്റെ ശ്വാസം തിങ്ങിയുള്ള ശബ്ദം വീണ്ടും കേട്ടു. എന്തോ തളർച്ചയിൽ നിന്നാണെങ്കിലും അവർ വിളി കേട്ടു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ, അതിന് വിഷം കൊടുക്കാൻ, അതും ഈ ഞാൻ? ദേവൂട്ടി നെഞ്ചു പിളരുന്ന ദണ്ഡത്തോടെ ചോദിച്ചു. എൻ്റെ ജീവനെടുക്കുന്നതിന് മുന്നേ അതങ്ങ് ചത്തു കിട്ടണമെന്നാ ഈ കിടക്കുന്ന കിടപ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേങ്കിൽ നടക്കൂല. അമ്പോ, ഇത്തരം പോക്കറ്റ ജന്മങ്ങൾക്ക് വല്ലാത്തൊരു നീണ്ട ആയുസ ദൈവം കൊടുത്തേക്കുന്നത്, സുഖു പറഞ്ഞു. ദേവൂട്ടി നെഞ്ചിത്തല്ലി. ബോധമില്ലാതെ എന്നതാണ് ഈ പറയുന്നത്? ബോധമുണ്ടടി, ബോധത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. എത്രയോ നല്ല ഒരു അല്പായുസായിട്ട് പോണം. ഇതിന് ഒരു ജലദോഷപ്പനി പോലും ഇല്ലല്ലോ. എന്തിനാ അതിനെ ഇങ്ങനെ പ്രാകുന്നത്? അതും ഇങ്ങനെ കിടന്നുകൊണ്ട് പ്രാഗമല്ലടി. ഞാൻ സത്യം പറഞ്ഞതാ. ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നല്ലതിനാണെന്ന് കരുതിയാൽ മതി. വയ്യെങ്കിലും സുഖു തുറന്നു. ഞാൻ ചത്തു കഴിയുമ്പോൾ നിനക്കത് ബോധ്യമാകും. ഒരു കാര്യം നീ ഓർത്തോ, നിന്നോടോ എന്നോടോ ഇഷ്ടക്കേടുണ്ടായിട്ടല്ല നിൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും അകന്നു നിൽക്കുന്നത്. സാക്ഷിയെ ഭയന്നാണ്. അവൾ അങ്ങോളം സഹിക്കേണ്ടി വരുമെന്ന് ഭയന്നിട്ടാണ്. അവൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ ദേവൂട്ടി? മനസ്സിലായി. ദേവൂട്ടി ഞരങ്ങി. എന്നാൽ അങ്ങനെ ചെയ്യാവുന്നൊരു സത്യം ചെയ്. ദേവൂട്ടിയുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം തെളിഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും വയ്യാതെ വന്നാലേ നമ്മുടെ മക്കളെ മുന്നിലേക്ക് തട്ടിയിട്ട് കൊടുക്കാതെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. സുഖുവിൻ്റെ കൈപിടിച്ച് ദേവൂട്ടി ഉരുവിട്ടു. സത്യം ചെയ്തു. എന്നിട്ടവർ അയാളുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം കഴിഞ്ഞ് കണ്ണും മുഖവും തുടച്ച് അവർ വരാന്തയിലേക്ക് വരുമ്പോൾ സാക്ഷിയില്ല. സർവ്വ ഉപദേശങ്ങളും സത്യങ്ങളും മറന്ന് അവൾ അയൽവക്കത്തെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. അവൾ ഷാൻറ്റിയുടെ വീട്ടിലായിരുന്നു. ഷാൻറ്റിയുടെ അമ്മേ, വലിയേട്ട വരുമ്പോൾ ഒത്തിരി കാശ് കൊണ്ടുവരേ. അന്നേരം ഒത്തിരി ഉണ്ണിയപ്പവും ഒത്തിരി കുഴക്കട്ടയും പിന്നെ ഇത്തിരി ഹലുവയും ഒക്കെ മേടിച്ച് തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഷാൻറ്റിയുടെ അമ്മ നല്ലതാ. ഷാൻറ്റിയുടെ അമ്മയ്ക്കും തരാവേ. നീ അല്ലേ ആള്? തന്നു തന്നെ, കിട്ടിയതുമാണ്, സൂസൻ പറഞ്ഞു. തന്നാൽ തന്നെ നുള്ളിപ്പറിച്ചില്ലേ തരല്ലേ? സൂസൻ ചിരിച്ചു. തിരിച്ചവൾ വരുമ്പോൾ പാവാടത്തെറുപ്പിൽ ഒരു ഏത്തപ്പഴവും കുറേ ബിസ്ക്കറ്റുകളും ഉണ്ടായിരുന്നു. വയറ് നല്ലവണ്ണം നിറഞ്ഞിരിക്കുന്നു. പേരവടി ഒടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു ദേവൂട്ടി. സർവ്വദേഷ്യവും സർവ്വസങ്കടവും ആ വടിയിലേക്ക് ആവാഹിച്ചവർ വന്ന വാടെ അവളെ പിടികൂടി തല്ലി. അസത്തെ, പിന്നെ നീ തെണ്ടി തിന്നാൻ പോയേക്കുന്നു. പടുകുരിപ്പേ, നിന്റെ തല പോയി കിട്ടിയെങ്കിൽ ഈശ്വര, ഇതിനെ എങ്ങ് വിളിച്ചോണേ, ഇതങ്ങ് ചത്തു കിട്ടണേ. ദേവൂട്ടി പ്രാഗി. അവളുടെ പാവാടയിൽ പിടിച്ചു വലിച്ച് പഴവും ബിസ്ക്കറ്റും താഴെ ചിതറി. അത് കണ്ടതോടെ ദേവൂട്ടിക്ക് വീണ്ടും കലികേറി. 2 കൈ ഉയർത്തിപ്പിടിച്ച് അവളുടെ തലയിൽ ആഞ്ഞടിച്ചു. നീ ചാകടി, അവർ പറഞ്ഞു. കുതിരപ്പിടിഞ്ഞ് സാക്ഷി മുറ്റത്തേക്കോടി. അവിടെ നിന്നവൾ ദേഷ്യത്തോടെ നിലത്ത് ആഞ്ഞ് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചാകത്തില്ലടി അമ്മേ, ഞാൻ ചാകത്തില്ലട. നീ നോക്കിക്കോ, നീയാ ചാകാൻ പോടെ, ഞാൻ ചാകത്തില്ലേ. ദേവൂട്ടി വരാന്തയിൽ കണ്ട ബിസ്ക്കറ്റുകളും പഴങ്ങളും ചവിട്ടിയരച്ചു. കൊണ്ടുവന്നിരിക്കുന്നവൾ, തെണ്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അസത്ത്. അയ്യോ, എൻ്റെ പഴം പോയേ, എൻ്റെ ബിസ്ക്കറ്റ് ചവിട്ടിക്കളഞ്ഞേ, കുമ്മയെല്ലാം കളഞ്ഞേ, അവൾ പറഞ്ഞുകൊണ്ട് ദേവൂട്ടി ചവിട്ടിയരച്ച ബിസ്ക്കറ്റ് ഭാര്യ എടുക്കാൻ നോക്കി. ദേവൂട്ടി ആ കൈക്കിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്നിട്ട് ആക്രോശിച്ചു, മേലാൽ അയൽവക്കത്ത് പോകോടി, തെണ്ടി തിന്നോടി. കയ്യും തൂത്ത് സാക്ഷി വീണ്ടും ഓടി. ഞാൻ അയൽവക്കത്തേക്ക് പോകത്തില്ലേ, ഞാൻ തെണ്ടി തിന്നത്തില്ലേ, എന്നെ തല്ലാതടി അമ്മേ, എനിക്ക് അപ്പടി വേദനയാണ്. അയൽക്കാരെത്തി നോക്കി തുടങ്ങിയതോടെ ദേവൂട്ടി വടിയുമായിട്ട് അകത്തേക്ക് കയറി. കണ്ണു അടച്ചു കിടക്കുന്ന സുഖുവിൻ്റെ ചിന്നിയിലൂടെ കണ്ണുനീരിൻ്റെ കാട്ടരുവി ദേവൂട്ടി അടങ്ങി. പിറ്റേ ദിവസം രാവിലെ സുഖുവിന് ആഹാരം കൊടുത്ത് സാക്ഷിക്ക് വിളമ്പി കൊടുത്തിട്ട് ദേവൂട്ടി പറഞ്ഞു, സാക്ഷി അച്ഛൻ്റെ അടുത്തിരുന്നോണം. നീ എവിടെ പോണു ദേവൂട്ടി? സുഖുവിൻ്റെ ക്ഷീണസ്വരം. ഞാൻ ഒരിടം വരെ പോകുന്നു,
വന്നിട്ട് പറയാം. ഉച്ചകഴിയും വരാൻ. സാച്ചിയോട് പറഞ്ഞ് ഇത്തിരി കഞ്ഞി കുടിച്ചോണം ഉച്ചയ്ക്ക്. സാച്ചി, സ്പൂൺ കൊണ്ട് അച്ഛൻ്റെ വായിൽ കഞ്ഞി കോരി ഒഴിച്ചു കൊടുക്കണം, അമ്മ ചെയ്യുന്നത് പോലെ. കേട്ടോ? കേട്ടമ്മേ. ചെയ്തില്ലെങ്കിൽ ഞാനിങ്ങോട്ട് വന്ന പേരവടി എടുക്കുവേ. പേരവടി എടുക്കണ്ടമ്മേ, ഞാൻ അച്ഛന് കഞ്ഞി കോരി കൊടുത്തോളാമല്ലോ. സാച്ചി ഏറ്റു. ദേവൂട്ടി തോളിലൊരു തോർത്ത് വിട്ട് ഇറങ്ങി നടന്നു, കയ്യിലൊരു സഞ്ചിയിട്ട്. അവർ നേരെ പോയത് പാറമടയിലേക്കാണ്. ആഹാ, ദേവൂട്ടിയല്ലേ, നമ്മുടെ സുഖിൻ്റെ ഭാര്യ. എല്ലാവരും ദേവൂട്ടിക്ക് ചുറ്റും കൂടി. എന്താ ദേവി ചേച്ചി, സൂചേട്ടന് സുഖമായോ? ചേച്ചി എന്തിനാണ് വന്നത്? ദേവൂട്ടി സഞ്ചി തുറന്നു. അതിൽ കിടന്നിരുന്നൊരു സാധനം പുറത്തെടുത്തു. ചുറ്റിക. അയ്യോ, ഇതെന്തിനാ ദേവി ചേച്ചി? വിൽക്കാൻ വേണ്ടി സൂചേട്ടൻ പറഞ്ഞോട്ടതാണോ? അത്രയ്ക്ക് ഗതികേടായോ നിങ്ങൾക്ക്? സുഖചേട്ടൻ പറഞ്ഞോട്ടല്ല, ഞാൻ തനിയെ വന്നതാണ്. ചുറ്റിക വിൽക്കാനല്ല, പാറ പൊട്ടിക്കാൻ, മെറ്റലടിക്കാൻ. കരിങ്കല്ലിൽ ചുമടില്ലാത്തപ്പോൾ സുഖം മെറ്റലടിച്ചിരുന്നൊരു കൽപ്പാടുണ്ട്. ദേവിക ചുറ്റികയുമായി അങ്ങോട്ടേക്കിരുന്നു. ചെറിയ ചീളുകൾ പെറുക്കിയിട്ടവർ അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. സുഖം മെറ്റലടിക്കുന്നതോടൊപ്പം ആദ്യകാലത്ത് സാച്ചി ജനിക്കുന്നതിന് മുമ്പ് അവരും മെറ്റലടിച്ചിട്ടുണ്ട്. ആ പരിചയം. അവർ മെറ്റലടിച്ചിടാൻ തുടങ്ങി. അവർക്ക് ചുറ്റും അമ്പരപ്പോടെ മറ്റുള്ളവർ നിന്നു. മൂത്ത മകനും ഭാര്യയും ഉദ്യോഗസ്ഥർ, രണ്ടാമത്തെ മകനും നല്ല നിലയിലാണ്. പിന്നെന്തിനാണ് ഇവർ മെറ്റലടിക്കാനെത്തിയത്? എൻ്റെ സാച്ചിമോൾക്ക് വേണ്ടിയാണ്, ദേവൂട്ടി പതിയെ പറഞ്ഞു. അവൾക്ക് വേണ്ടിയാണ്. അവളുടെ അച്ഛൻ വയസ്സായിട്ടും അധ്വാനിച്ചിരുന്നത്, ആൺമക്കൾ വിലക്കിയിട്ടും പാറ ചുമന്നിരുന്നത്. ഇപ്പോൾ ആളിന് വയ്യ. പകരം ഞാൻ അധ്വാനിക്കണം. കാരണം ഞാൻ അവളെ പെറ്റുപോയില്ലേ. പോറ്റാനുള്ള ചുമതല എനിക്കുണ്ട്. എനിക്കതിൽ വിഷമമില്ല. ഉച്ചവരെ ദേവൂട്ടി മെറ്റലടിച്ചു. ഉള്ളംകൈ പൊള്ളി. അത് പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. അതോടെ നിർത്തി. കരാറുകാരൻ കുഞ്ഞോസേപ്പ് ദേവൂട്ടി അടിച്ച മെറ്റലളന്നു. കിട്ടിയ കൂലി എണ്ണി നോക്കാതെ ദേവൂട്ടി പണവുമായിട്ട് നടന്നു. ദേവൂട്ടി വരുമ്പം സാച്ചി മുറ്റത്തുണ്ട്. കുട്ടിയും കോലും കളിക്കുന്നു. കൂട്ടിന് ആരുമില്ല. സ്വയം കുട്ടി എറിഞ്ഞു കൊടുക്കുന്നു, സ്വയം അടിച്ചു കൂട്ടുന്നു. കൂടെ ആളുണ്ടെന്നതുപോലെ ഓരോന്നും പറയുന്നുണ്ട്. ഞാനാടാ ചേച്ചേ, നീ തോറ്റടാ. ദേവൂട്ടിയെ കണ്ടതോടെ അവൾ ഓടിച്ചെന്നു. ഞാൻ എങ്ങും പോയില്ലമ്മേ. അമ്മ പേരവടി എടുക്കൊന്നും വേണ്ട, ഞാൻ തന്നെ ഇവിടെ നിന്നുകൊണ്ട് കളിക്കുമായിരുന്നു, സാച്ചി പറഞ്ഞു. നീ എങ്ങും പോയില്ലേ, സത്യമാണോ? സാച്ചിക്ക് പരുങ്ങലായി. ഒരു തുള്ളി നേരം ഞാൻ മേരിച്ചേച്ചിയുടെ അവിടെ പോയി. അവിടെ കുട്ടപ്പായി ഇല്ലായിരുന്നമ്മേ, കുട്ടിയും കോലും കളിക്കാനേ. പിന്നെ തുള്ളി നേരം ഏലമാമയുടെ അവിടെ പോയി. ഏലമാമ വിളിച്ചിട്ടാമേ ഞാൻ പോയെ. ഏലമാമ എനിക്ക് കപ്പയും മീനും തന്നു. പിന്നെ ഷാൻഡിയുടെ വീട്ടിലും അനുവിൻ്റെ വീട്ടിലും ഓടിപ്പോയിട്ട് ഓടിങ്ങി പോകുന്നമ്മേ. പിന്നെ മുഴുവൻ നേരം ഞാൻ കളിക്കുമായിരുന്നു. അച്ഛന് കഞ്ഞി കൊടുത്തോടെ? ഇല്ല, അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ കുടിച്ചു. സാച്ചി ദേവൂട്ടിയുടെ കയ്യിൽ നിന്ന് സഞ്ചി ശ്രദ്ധിച്ചു. എന്നതാമേ ഇതിനകത്ത്? അവൾ മണം പിടിച്ചു. ഹായ്, നല്ല ഏത്തക്കാപ്പത്തിൻ്റെ മണം. അയ്യടാ, അവളെ സഞ്ചി തട്ടിപ്പറിച്ചു. ഏത്തക്കാപ്പോടെയും പരിപ്പോടെയും അതിലുണ്ടായിരുന്നു. സാച്ചി സ്വർഗം പിടിച്ചടക്കിയ സന്തോഷം. അമ്മയുടെ ഒത്തിരി കാശുണ്ടോ അമ്മേ? ഏത്തക്കാപ്പോളിയിൽ ഒരെണ്ണം എടുത്ത് കടിച്ച് തിന്നുന്നതിനിടയിൽ സാച്ചി ചോദിച്ചു. ആ, എനിക്കിനി എന്നും ഏത്തക്കാപ്പവും വടയും മേടിച്ചു തരാമോ? തരാം. നല്ല അമ്മയാണേ. ഞാൻ എനിക്ക് ഉമ്മയെന്നും എടിയെന്നും ഒന്നും വിളിക്കത്തില്ല. ദേവൂട്ടിയുടെ വാഗ്ദാനം. ദേവൂട്ടി അത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോയി. സുഖുവിൻ്റെ അടുത്ത് അയാൾ ഉറങ്ങുകയായിരുന്നു. ഉണർന്നപ്പോൾ 4 മണിയായിരിക്കുന്നു. ദേവൂട്ടി കഞ്ഞിയുമായിട്ട് കിടക്കിലേക്ക് അരികിലെത്തി. നീ എപ്പോൾ വന്നു? ഉച്ചയ്ക്ക്. നീ എവിടെ പോയതായിരുന്നു? ഞാൻ നമ്മുടെ വിനയൻ്റെ അടുത്ത് കുറച്ച് കാശ് മേടിക്കാൻ. ദേവൂട്ടി കള്ളം പറഞ്ഞു. പോകേണ്ടിയിരുന്നില്ല, അയാൾ പറഞ്ഞു. ഇതുപോലെ വേദനയും വിഷമവും ആശുപത്രി പോകണ്ടായോ? അതിന് കാശ് വേണ്ടേ? അതവർക്ക് അറിയാൻ വയ്യേ? നീ പോയി പറയണോ? മനഃപൂർവ്വമല്ല, അവിടെ അവന് പിടിപ്പത് പണിയുണ്ട്. നിന്ന് തിരിയാൻ നേരമില്ല. കടബാധ്യതകളും എല്ലാം അവൻ്റെ തലയിലായിപ്പോയില്ലേ. അതിനാണെങ്കിൽ അത്രയും ദൂരത്ത്. പിന്നെ എന്താണ് അവർ ചെയ്യുക? ഞാൻ പോയി, അത്രയേ ഉള്ളൂ. ഞാൻ അവരുടെ അമ്മയല്ലേ. പോയാലെന്നാ കുറച്ചിലാകുമോ? എന്നിട്ട് കാശ് കിട്ടിയോ? ആ, അവനൊന്ന് വരാറുന്നില്ലേ? വരും, 2 ദിവസത്തിനകം. അവന് തീരെ സമയമില്ല. ആ, കഞ്ഞി തരട്ടെ? 4 മണിയായി. എന്നാലും ഇത്തിരി കഴിക്ക്, ചെറു ചൂടുണ്ട്. മരുന്ന് കഴിക്കേണ്ടതാണല്ലോ. ആ. ദേവൂട്ടി സുഖുവിനെ തെല്ല് ചാരിയിരുത്തി. അനങ്ങിയപ്പോൾ അയാൾ വേദന കൊണ്ട് ഞരങ്ങി. കഞ്ഞിയുമായിട്ട് അയാൾ കരികിലിരുന്ന് സ്പൂണിൽ കോരി വായിലൊഴിച്ചു കൊടുത്തു. കഞ്ഞി ഇറക്കുന്നതിനിടയിൽ അയാൾ മൂക്ക് വിടർത്തി. നീ പാറമടയിൽ പോയോ? അയാൾ ചോദിച്ചു. ദേവൂട്ടി നടുങ്ങിപ്പോയി. ഓർക്കാപ്പുറത്ത് കേട്ടപ്പോൾ നടുക്കത്തിൽ കഞ്ഞിപ്പാത്രം കയ്യിൽ നിന്നും വഴുതി താഴേക്ക് വീണു. കഞ്ഞി മുറിയിൽ വീണ് നിരന്നൊഴുകി. ദേവൂട്ടിക്ക് ഇനി എങ്ങനെ നുണ പറയണമെന്ന് അറിയില്ലായിരുന്നു. 20 വയസ്സ് മുതൽ പാറമടയിൽ മടക്കുന്നതാണ്. അറിയാമോ, കല്ലിൻ്റെ മണം എനിക്കറിയാം, കരിങ്കല്ലിൻ്റെ, സുഖു പറഞ്ഞു.
ദേവൂട്ടിയുടെ മുഖം കുനിഞ്ഞു പോയെന്ന്. നീ പാറമടയിൽ പോയോന്ന്? ആ, അവൾ പറഞ്ഞുപോയി. എന്തിന്? അത് ഇത്തിരി കാശ് ആ കരാറുകാരൻ കുഞ്ഞൗസപ്പിനോട് ചോദിക്കാൻ. കിട്ടിയോ? ആ. അപ്പോൾ വിനയം തന്നില്ലേ? അത് പിന്നെ അവൻ്റെ കയ്യിലില്ലായിരുന്നു. ദേവൂട്ടി എഴുന്നേറ്റ് അടുക്കളയിൽ പോയി. മറ്റൊരു പാത്രത്തിൽ വീണ്ടും കഞ്ഞിയുമായിട്ട് വന്നിരുന്നു. സുഖുവിൻ്റെ കൊഴിഞ്ഞ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. അയാൾ അവരുടെ വലതുകരം പിടിച്ച് നിവർത്തി നോക്കി. ഉള്ളം കൈ പൊട്ടി തുറന്നിരിക്കുന്നു. എന്താണിത്? ദേവൂട്ടി മുഖം തിരിച്ചു. നീ മെറ്റലടിക്കാൻ പോയല്ലേ? ഞാൻ ചത്തിട്ട് പോരായിരുന്നടി അത്. അയാൾ വിറച്ചു. ദേവൂട്ടിക്ക് മൗനമാണ്. സുഖു കഞ്ഞിപ്പാത്രത്തിനിട്ട് ഒറ്റത്തട്ട്. കഞ്ഞി വീണ്ടും താഴേക്ക് വീണു. ദേവൂട്ടി കരച്ചിലോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. സുഖുവിനെ കഞ്ഞി കുടിക്കാൻ കൂട്ടാക്കിയില്ല. വൈകിട്ടും കഴിച്ചില്ല. മരുന്ന് കഴിക്കാനും സമ്മതിച്ചില്ല. ദേവൂട്ടി എന്തു ചെയ്യണമെന്നറിയാതെ പഴുപ്പ് കയറിയ കാലിൽ വേദന തിങ്ങി. നെഞ്ചിനുള്ളിലും വേദന തീ പടർത്തി. മൂത്രം പോകാൻ തടസ്സമായി. അതോടെ അയാൾ പുളഞ്ഞു. എന്നിട്ടും സുഖം മരുന്നിനായിട്ട് വായ തുറന്നില്ല. ആഹാരം കഴിച്ചില്ല. ദേവൂട്ടി വിനയനെ അറിയിച്ചു. ഞായറാഴ്ച വിനയം വന്നു. വന്നതേ കലിതുള്ളിയാണ്. ദേവൂട്ടി പാറമടയിൽ പോയി മെറ്റലടിച്ച് നാട്ടിൽ പാട്ടായി കഴിഞ്ഞിരിക്കുന്നു. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. വിനയൻ കവലയിൽ വന്നിറങ്ങിയപ്പോഴേ ചിലർ പിടികൂടി. കേട്ടപ്പോൾ സ്തബ്ധനായിപ്പോയി വിനയൻ. അവൻ വരുമ്പോൾ വരാന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ദേവൂട്ടി. സാച്ചിയുടെ മുടിയിൽ എണ്ണ പുരട്ടി കോതി വയ്ക്കുകയാണ്. ഇന്നെന്താ പാറമടയിൽ പണിയില്ലായിരുന്നോ? വിനയൻ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. ദേവൂട്ടി മിണ്ടിയില്ല. ഞങ്ങളെ നാട്ടിക്കണം, പഴി കേൾപ്പിക്കണം, അത്രയേ ഉള്ളൂ അല്ലേ? അവൻ ചോദിച്ചു. ആരാടായി ഞങ്ങൾ? ദേവൂട്ടി ചോദിച്ചു. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായിടാ? മനഃപൂർവ്വമാണോ? എൻ്റെ പരിതസ്ഥിതികളെല്ലാം പറഞ്ഞു തന്നിരുന്നില്ലേ? സുരേന്ദ്രനിട്ട് ആ കട പോലും അയ്യാടിയിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരുന്നു. അതിനെ ജപ്തി വന്നു. ഞാൻ അതിൻ്റെ പുറകിലായിരുന്നു. നിൻ്റെ പരിതസ്ഥിതികൾ നീ പറഞ്ഞു. ശരിയാണ്, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലടാ. എന്ന് കരുതി ഞങ്ങൾക്ക് വായും വയറൊന്നുമില്ലേ? മരണ ദിവസം അടുക്കുന്നതും കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനും പുതിയില്ലാത്തൊരു പെണ്ണും ഇവിടെ ഉണ്ടെന്ന് നീ മറക്കരുതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നില്ല, തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷെ അമ്മയ്ക്കൊന്നും അങ്ങോട്ട് വരായിരുന്നില്ലേ? വിനയൻ ചോദിച്ചു. നിൻ്റെ അച്ഛൻ എന്നെ താലി വെച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇന്നോളം 10 പൈസയ്ക്ക് പോലും കൈനീട്ടാൻ ആ മനുഷ്യൻ സമ്മതിച്ചിട്ടില്ല. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. മക്കളുടെ മുൻപിലാണെങ്കിൽ പോലും കൈനീട്ടാൻ എനിക്ക് സമയമായിട്ടില്ല. ദേവൂട്ടി കരഞ്ഞുപോയി. സാച്ചിയുടെ കാര്യം നിനക്കറിയാലോ. വിശന്നാൽ അവളുടെ സ്വഭാവം അറിയാലോ. അവൾ ഈ അയൽവക്കത്തെല്ലാം നടന്ന് വിശക്കുന്നെന്ന് പറയുന്നതാണോ, അതോ ഞാൻ പാറമടയിൽ പോയി പണി ചെയ്തതാണോ നിൻ്റെ അഭിമാനം? ഏതാ അഭിമാനം? നീ പറയ്. വിനയൻ മറുപടി പറഞ്ഞില്ല. അവൻ്റെ ശൗര്യം അസ്തമിച്ചിരുന്നു. പകരം കുറ്റബോധം നിറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വന്നതേയില്ലേ? പരസ്പരം നിങ്ങളിങ്ങനെ ചോദിച്ച് കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ടെന്താ ഫലം? മക്കളെ രണ്ടുമില്ല. നിങ്ങളുടെ അച്ഛൻ വേദന കൊണ്ട് പൊളയുന്നു. ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? സമനില തെറ്റിയതുപോലെ ഞാനും എന്തോ ചെയ്തു. നിൻ്റെ അച്ഛൻ വാശിയില്ല, ആഹാരം മരുന്നൊന്നും കഴിക്കുന്നില്ല. വിനയനെ അകത്തുനിന്നു. സുഖുവിൻ്റെ നില കണ്ടതോടെ വിനയനാകെ തളർന്നുപോയി. ഇടയ്ക്കൊന്ന് വരാഞ്ഞതിൽ അവൻ സ്വയം പഴിച്ചു. പെട്ടെന്ന് വണ്ടി വരുത്തി സുഖുവിനെ ഹോസ്പിറ്റലാക്കി. ഒരാഴ്ച കിടന്നു. ഒരു പുലർച്ചയെ സുഖു മരിച്ചു. അധ്യായം 38. സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉദയനും എത്തിയിരുന്നു. വർഷയുടെ പ്രസവ ശുശ്രൂഷ തീർന്നിട്ടില്ല. അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ വന്നതുമില്ല. സുഖുവിൻ്റെ മൃതശരീരം തൈമുറ്റത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പീതാംബരൻ്റെയും ഗോമന ടീച്ചറിനെയും കൂടെ വർഷ കുഞ്ഞിനെയും കൊണ്ടുവന്നു. മകൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സുഖു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് ഉദയനും പറഞ്ഞു. എങ്കിലും ട്രാൻസ്ഫർ കാരണം അവനത് കഴിഞ്ഞതുമില്ല. ഉദയനും ദേവൂട്ടിക്കും അത് വലിയൊരു സങ്കടം തന്നെയായിരുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്ത് ഫലം? എന്ത് കാര്യം അതാതിൻ്റെ സമയത്ത് ചെയ്തിരിക്കണം. ഒരു മിനിറ്റ് വൈകുന്നത് പോലും ഒരുപക്ഷെ അപ്പോൾ ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ വരുത്തിയേക്കാം. സുഖം എന്ന മനുഷ്യൻ്റെ കണ്ണ് ഒരു നിമിഷത്തേക്കെങ്കിലും തുറന്നെങ്കിൽ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കാട്ടിക്കൊടുക്കാൻ ഇനി എന്ത് തന്നെ ചെയ്താലും ഉദയന് കഴിയുമോ? മറ്റാർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ആർക്കും കഴിയില്ല. ആർക്കും. സുഖുവിൻ്റെ മുറ്റത്ത് വെള്ളത്തുണിയിൽ മൂടിക്കിടത്തിയപ്പോൾ സാക്ഷിക്ക് മനസ്സിലായി അച്ഛൻ മരിച്ചുവെന്ന്. മരണമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് അനന്തരഫലങ്ങളെക്കുറിച്ചും ഗൗരവമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഒന്നവൾക്കറിയാം. വെള്ളത്തുണിയിട്ട് മൂടിക്കിടത്തുന്ന ആളിനെ വിറക് കൂട്ടി വെച്ച് കത്തിക്കും. അതുകൊണ്ട് അവൾ അന്നേരം മുതൽ കരച്ചിലായി. വല്യേട്ടാ, നമ്മുടെ അച്ഛനെ വിറക് വെച്ച് കത്തിക്കണ്ട വല്യേട്ടാ. അമ്മയെ നമ്മുടെ അച്ഛനെ തീ വെച്ച് പൊള്ളിക്കണ്ടെന്ന് പറയാമേ. കൊച്ചേട്ടാ, അച്ഛനെ തീ കത്തിക്കണ്ട കൊച്ചേട്ടാ. അവൾ കരച്ചിലായി.
കരഞ്ഞുകൊണ്ട് ഓരോരുത്തരോടും പറഞ്ഞു. പക്ഷേ കത്തിക്കാതിരിക്കാനാവില്ലല്ലോ. താൻ പറഞ്ഞിട്ടും കേൾക്കാതെ അച്ഛനെ കത്തിച്ചപ്പോൾ സാച്ചിക്ക് അരിശം വന്നു. വീട്ടിനുള്ളിലേക്ക് ചെന്ന് കണ്ണിൽ കണ്ടതൊക്കെ എടുത്തെറിഞ്ഞു. എന്നിട്ട് ആഞ്ഞാഞ്ഞ് ചവിട്ടി. പറഞ്ഞാൽ കേൾക്കില്ല, ഒരൊറ്റ ഒരെണ്ണം കേൾക്കുമല്ല. അവൾ അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഉറക്കെ കരച്ചിലായി. ദഹനകർമ്മം പൂർത്തിയായപ്പോൾ സന്ധ്യയായി. രാത്രി ഇരുണ്ട് വെളുത്തതോടെ ശ്രുതിയും വിനയനും പോകാൻ തയ്യാറായി. ശ്രുതിക്ക് അമ്മയെ നോക്കണം, വിനയനെ ഏറ്റെടുത്ത് പണി തീർക്കണം. ഉദയൻ 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞിട്ടേ ഇനി പോകുന്നുള്ളൂ. വിനയൻ ഇടയ്ക്കിടെ വരാമെന്നേറ്റു. ശ്രുതിയും വിനയനും പോയപ്പോൾ പീതാംബരനും ഗോമതി ടീച്ചറും പോകാനൊരുങ്ങി. ഒപ്പം വർഷയും. കുഞ്ഞിനെ കണ്ട് മതിയായിട്ടില്ല ദേവൂട്ടിക്ക്. ദേവൂട്ടിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന് നോക്കുന്നത് ഓരോന്നൊക്കെ ചോദിക്കുകയും തൊടുകയും പൊട്ടിപ്പൊട്ടി ചിരിക്കുകയും ചെയ്യുന്നു സാച്ചി. അവൾക്ക് വലിയേട്ടയുടെ കുഞ്ഞുവാവയെ ഒത്തിരി ഇഷ്ടമായി. അയ്യടാ, ഇച്ചിരി മുടിയേ ഉള്ളൂ ഇവൾക്ക്, അല്ലമ്മേ? ഇവളെ എൻ്റെ അത്രയും സുന്ദരിയാ അല്ലമ്മേ? സാച്ചി വീണ്ടും വീണ്ടും ചോദിച്ചു. അതെ, നിൻ്റെ അത്രയല്ല, നിന്നേക്കാളും സുന്ദരിയാ, ദേവൂട്ടി പറഞ്ഞു. കുമ്മ നുണ പറയാ, എൻ്റെ അത്രയും സുന്ദരിയല്ല, സാച്ചി മുഖം പൊറിപ്പിച്ചു. എന്നാ അല്ല, നീയാ സുന്ദരി. സാച്ചിയുടെ മുഖം വിടർന്നു. അവൾ വിരൽ നീട്ടി കുഞ്ഞിക്കവളിൽ തലോടി. അപ്പോഴാണ് ഉടുത്തൊരുങ്ങി വർഷ വന്ന് കുഞ്ഞിനെ എടുത്തത്. എന്താ മോളെ വേഷം മാറ്റിയത്? എവിടെ പോകുന്നു? ദേവൂട്ടി ചോദിച്ചു. കുഞ്ഞുവാവയും കൊണ്ട് ചേച്ചിയമ്മ എവിടെ പോകാൻ ചേച്ചിയമ്മേ? സാച്ചിയും ചോദിച്ചു. അപ്പോൾ അങ്ങോട്ട് വന്ന ഗോമതി ടീച്ചറാണ് മറുപടി പറഞ്ഞത്. ഇന്ന് 50 ഉള്ളൂ ദേവശേഷി, അവൾ പ്രസവിച്ചിട്ടെ. അറിയാലോ, മരുന്ന് തീർന്നിട്ടില്ല, വിശ്രമവും തീർന്നിട്ടില്ല. 90 കൊണ്ട് വന്നാക്കിയേക്കാം. ദേവൂട്ടിയുടെ കണ്ണുകൾ തുളുമ്പി. എല്ലാവരും പോയാൽ ഇവിടെ ആരാ? അല്ലെങ്കിൽ വർഷം ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ദേവി ചേച്ചിയെ സഹായിക്കാൻ പറ്റുമോ? എന്നെ സഹായിക്കാൻ ആൾ വേണമെന്നാണോ ഗോപതി ഞാൻ പറഞ്ഞത്? ഒരു കൂട്ടിനെ, ഒരു സമാധാനത്തിന്. ഇവിടെ നിന്നാൽ ദേവി ചേച്ചിക്കത് ഈ അവസരത്തിൽ ബുദ്ധിമുട്ടാവും. കുഞ്ഞിനെ നേരെ ചൊവ്വ പിടിക്കാനോ കുളിപ്പിക്കാനോ ഒരുക്കാനോ ഒന്നും ഇവൾക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. ദേവി ചേച്ചിക്കപ്പോൾ അത് വിഷമാവും. 3 കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്തവളല്ലേ ഞാൻ. അതും എൻ്റെ മകൻ്റെ കുഞ്ഞ്, അതിനെ നോക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവുമോ ഗോമതി? ദേവൂട്ടി ചോദിച്ചു. എന്നല്ല ദേവി ചേച്ചി ഞാൻ പറഞ്ഞത്. വർഷം എത്ര കാലം മരുന്ന് കഴിച്ചാലും എത്ര കാലം വിശ്രമിച്ചാലും ഞാൻ നോക്കിക്കൊള്ളുന്നു ഗോമതി. പ്രസവിക്കുന്ന കുട്ടികൾക്ക് വിശ്രമം വേണമെന്ന് എനിക്കറിയാലോ. ഗോമതി ടീച്ചർ ഇനി എന്ത് എന്ന ഭാവത്തിൽ വർഷയെ നോക്കി. സുഖു മരിച്ച സ്ഥിതിക്ക് എല്ലാവരും കൂടി പടിയിറങ്ങുന്നത് ശരിയല്ല എന്ന് അവർക്കും തോന്നി. എന്നാൽ വർഷ അവരെ കണ്ണടച്ച് കാട്ടി, സമ്മതിക്കരുത് എന്ന്. ഗോമതി ടീച്ചർ ശരിക്കും വിഷമത്തിലായി. എങ്കിൽ പിന്നെ ശ്രുതി പോയപ്പോൾ അമ്മ എന്താ വിലക്കാതിരുന്നത്? 56 ദിവസം പോലും തികയാത്ത ഞാൻ തന്നെ വേണോ കൂട്ടിന്? വർഷ ചോദിച്ചു. ശ്രുതിയോടും ഞാൻ പറഞ്ഞു. പറയാനല്ലേ എനിക്ക് കഴിയൂ. അവളുടെ അമ്മ കട്ടിലൊരേ കിടപ്പാണ്, പോയേ തീരുമെന്ന് പറഞ്ഞു. ദേവൂട്ടി പറഞ്ഞു. അവൾക്കല്ലല്ലോ എപ്പോഴും അവളുടെ ഇഷ്ടത്തിന് കഴിയാം, ആരുമില്ല തടയാൻ. പ്രശ്നം മുഴുവൻ എനിക്കാണ്. എനിക്ക് വയ്യ ഇതിനിടയിലിപ്പോൾ ഇവിടെ എങ്ങനെ കഴിയാൻ. എനിക്ക് പോകണം, വർഷ ഈർഷ്യയോടെ പറഞ്ഞു. അയ്യോ ചേച്ചമ്മേ, കുഞ്ഞുവാവയും കൊണ്ട് പോകല്ലേ. ചേച്ചമ്മ, എനിക്ക് കുഞ്ഞുവാവയെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ കുളിപ്പിക്കാം. കണ്ണെഴുതി പൊട്ടുതൊട്ട് വാവേ വാവയെന്ന് പാടി ഉറക്കാൻ ചേച്ചിയമ്മേ. കുഞ്ഞുവാവ എങ്ങത്താ? സാച്ചി കൈ നീട്ടി. വർഷ കൊടുത്തില്ല. കൊണ്ടു നടന്ന് വല്ലയിടത്തും തട്ടി വീണാ തീർന്നു, അവൾ പറഞ്ഞു നടക്കുന്നതിനിടയിൽ ചവിട്ടിക്കൊല്ലാനും മടിക്കത്തില്ല പെണ്ണ്. വർഷേ, ദേവൂട്ടി തേങ്ങിപ്പോയി. എന്താ സത്യമാണ് ഞാൻ പറഞ്ഞത്? സാച്ചിയുടെ അടുത്തേ കുഞ്ഞിനെ വിടാൻ എനിക്ക് പേടി തന്നെയാണ്, അവളെ തുറന്നു പറഞ്ഞു. ദേവൂട്ടി പിന്നെ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. സുഖു പറഞ്ഞതാണ് ഓർത്തത്. നീ ഒരു കാര്യം ഓർത്തോ, നിന്നോടോ എന്നോടോ ഇഷ്ടക്കേടുണ്ടായിട്ടല്ല നിൻ്റെ മക്കൾ ഭാര്യമാരും അകന്നു നിൽക്കുന്നത്, സാക്ഷിയെ ഭയന്നാണ്. എത്ര ശരി. കാര്യങ്ങളെ തന്നേക്കാൾ ഉൾക്കരുത്തോടെ മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിരിക്കുന്നു. സഞ്ചയനം നടത്തുന്നതിനെക്കുറിച്ച് അവധി തീരുന്നതിന് മുമ്പ് ഒരു 10ഉം 11ഉമായി അടിയന്തരം നടത്തി. കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ മറ്റു ബന്ധുക്കളുമായിട്ട് ആലോചിക്കായിരുന്നു ഉദയൻ. മുറ്റത്താണ് അവരിരുന്നത്. അപ്പോഴാണ് അവൻ കണ്ടത് കുഞ്ഞിനെയും കൊണ്ട് ഒരുങ്ങിയിറങ്ങി വരുന്ന വർഷയെ. അവനെ അവൾക്കരികിലേക്ക് വന്നു. നീ കൂടെ വർഷേ? വീട്ടിലേക്കോ? അപ്പോൾ ഇവിടെ ആരാണ്? ഇവിടെ ഞാൻ നിന്നിട്ടെന്താ? എൻ്റെ മരുന്നും തീർന്നിട്ടില്ല, വിശ്രമവും തീർന്നില്ല. മരുന്നും വിശ്രമമൊക്കെ ഇനി ഇവിടുന്ന് പോരെ വർഷേ? ഉദയൻ ചോദിച്ചു. അതൊന്നും ശരിയാവില്ല ഉദയേട്ടാ, എനിക്ക് പോകണം, വർഷത്തിൽ കടുപ്പത്തിൽ പറഞ്ഞു. എന്നിട്ട് അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോയി. ഉദയൻ കണ്ടു കണ്ണീരോടെ ഇരിക്കുന്ന അമ്മയെ, നഷ്ടബോധത്തോടെ നിൽക്കുന്ന സാക്ഷിയെ. ഉദയൻ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് ചെന്നു. വർഷ കുഞ്ഞിൻ്റെ സാധന സാമഗ്രികളൊക്കെ ബാഗിനുള്ളിലേക്ക് എടുക്കുകയാണ്.
വർഷ ഇന്നെന്തായാലും പോകണ്ട, അവൻ പറഞ്ഞു. കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ഗോമ ടീച്ചറിനോട് അവൻ പറഞ്ഞു, അമ്മയച്ഛനും പോയിക്കോളൂ, വർഷ പിന്നെ വന്നേക്കും. പിന്നെയെന്നോ? വർഷ ചോദിച്ചു. അവളുടെ നെറ്റി ചുളിഞ്ഞിരിക്കുന്നു, മുഖം കടുത്തിരിക്കുന്നു. പ്രസവം കഴിഞ്ഞു വന്ന അവൾ പൂർവാധികം സുന്ദരിയാണ്. പക്ഷേ കടുത്ത ഭാവം തീരെ ചേരുന്നില്ല അവൾക്ക്. പിന്നെ എന്താണ്? പിന്നെ തീരുമാനിക്കാം. ഇപ്പോൾ വേണോ? അവൻ ചോദിച്ചു. ഉദയേട്ടൻ ചുമ്മാ അതുവിധം പറയാതെ എനിക്ക് പോകണം, വർഷത്തിലെ ഗൗരവത്തിൽ പറഞ്ഞു. വിശ്രമം തീർന്നാലേ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലേ. പിന്നെ ഒരു വാടക വീടെടുക്കാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നോ? അതും പറ്റില്ലെന്ന് വന്നില്ലേ? ഉദയേട്ടൻ സ്ഥലത്തില്ലല്ലോ, അതുകൊണ്ട് വാടക വീടൊന്നും വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചോളാം, കുഞ്ഞ് നഴ്സറിയിൽ പോകുന്നവർ. ഓഹോ, അപ്പോൾ എല്ലാം നീ അങ്ങ് തീരുമാനിച്ചോ? ഉദയൻ ഗൗരവത്തിലായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വർഷ തർക്കിച്ചു. പറഞ്ഞിരുന്നു. അന്ന് എൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഇന്ന് അച്ഛനില്ല, അത് നിനക്കറിയാമോ? അതിന് അമ്മയും സാക്ഷിയും തനിച്ചാക്കിയിട്ട് നീ പോയാലോ? അവർ തനിച്ച് താമസിച്ചാലെന്താ? വർഷ ചോദിച്ചു. അമ്മയും മകളും തനിച്ചാകാതിരിക്കാൻ എനിക്ക് തന്നെയല്ലേ ബാധ്യത? എനിക്കുമുണ്ട്. ഉദയൻ ദേഷ്യത്തിലായി. ഞാൻ ജോലി അങ്ങ് രാജിവെച്ച് ഇവർക്ക് കൂട്ടിരിക്കാം, മതിയോ? അത് ഉദയേട്ടൻ്റെ ഇഷ്ടം, വർഷ കൂസാതെ പറഞ്ഞു. അവളങ്ങനെ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ജോലി അങ്ങ് രാജിവെച്ചേക്കാമെന്ന്. ജോലി ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, അനിയൻ. ഭാര്യയും കുട്ടി രാവിലെ പോയത് കണ്ടില്ലേ? അവർക്കും ബാധ്യതയുള്ളതല്ലേ. വന്ന് താമസിക്കട്ടെ, അമ്മയും പെങ്ങളെ നോക്കട്ടെ. അപ്പം നിനക്കിവിടെ താമസിക്കാൻ വയ്യ, എനിക്ക് പോകണം. നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും സുരക്ഷയേക്കാൾ എനിക്ക് വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ രക്ഷയാണ്. ഉദയൻ അമ്പരന്ന് പോയി. ഇവിടെ താമസിച്ചാൽ നിങ്ങളുടെ പെങ്ങൾ കുഞ്ഞിനെ പാവയാക്കും, പോരെ? ഉദയൻ നെറ്റി ചുടിച്ചു. പക്ഷെ വർഷ അത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. ഗോമത ടീച്ചറോടൊപ്പം പോവുക തന്നെ ചെയ്തു. ഉദയന് ഉള്ളിലെത്തല് വാശി തോന്നി. കർമ്മങ്ങളും അടിയന്തരവും കഴിഞ്ഞിട്ടും അവൻ മുഞ്ഞനാട്ടേക്ക് പോയില്ല. കുഞ്ഞിനെ കാണാൻ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അവൻ അത് അടക്കി പിടിച്ചു. ലീവ് തീർന്നിരിക്കുന്നു, ഒരുപാട് വർക്കുള്ള ഓഫീസാണ്, പോവാതിരിക്കാൻ വയ്യ. അവൻ ദേവൂട്ടിയോട് യാത്ര പറഞ്ഞു. അമ്മയെയും സാച്ചിയും തനിച്ചാക്കി പോകാൻ ഇഷ്ടമുണ്ടായിട്ടില്ല, പക്ഷെ പോകാതെ വയ്യല്ലോ. ഞാൻ പറ്റുമ്പോഴൊക്കെ വരാം, വിനയം വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വിഷമിക്കരുത്, അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടും വരെ അമ്മ സഹിച്ച് മതിയാവുകയില്ല. ദേവൂട്ടി തലയാട്ടി. മകൻ വിഷമിക്കരുതല്ലോ, അവൻ പോകട്ടെ. അവൻ കുറച്ച് രൂപ അമ്മയെ ഏൽപ്പിച്ചു. പെട്ടെന്നുള്ള ട്രാൻസ്ഫറും വർഷയുടെ ഓപ്പറേഷനും അച്ഛൻ്റെ മരണവും ഞാൻ ഇത്തിരി ടൈറ്റാണമ്മേ. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അമ്മയ്ക്കറിയാലോ. കടമാണെന്ന് പറഞ്ഞ് വിനയൻ അച്ഛൻ്റെ മരണാനന്തരം ചിലവുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞങ്ങൾ രണ്ടുപേരും ശമ്പളക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ വയ്യല്ലോ. ചേട്ടനും അനുജനും ഭാര്യമാരെത്തിയപ്പോൾ നമ്മളല്ലാതായിരിക്കുന്നു ഞങ്ങളവരും. അതുകൊണ്ട് അമ്മയ്ക്കും സാക്ഷിക്കും അത്യാവശ്യം ചിലവിനുള്ളത് ആഴ്ചയിൽ ഇവിടെ എത്തിക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വരും. അതുപോലെ അമ്മേ, മതി. ദേവൂട്ടി സമ്മതിച്ചു. ഉദയം പോയി. തൈമുറ്റത്ത് ദേവൂട്ടിയും സാക്ഷിയും തനിച്ചായി. സ്വന്തം അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖാചരണമൊന്നും സാക്ഷിക്കില്ല. അവൾക്കെപ്പോഴും വയറ് നിറഞ്ഞിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അവൾ നടന്നു. കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നും. വിനയൻ ഇടയ്ക്കെത്തി ദേവൂട്ടിയുടെ കയ്യിൽ അല്പം പണം നൽകി. വരുമ്പോഴൊക്കെ അവന് പറയാനുള്ളത് പ്രാരാബ്ധങ്ങളാണ്. വല്ലപ്പോഴും ഉദയനും എത്തുകയും കയ്യിലുള്ളത് വശം പോലെ പണം നൽകുകയും ചെയ്തു. 2 മാസം കൂടി കഴിഞ്ഞു. പ്രസവിച്ചിട്ട് 90-100 ഒക്കെ കഴിഞ്ഞിട്ടും വർഷ മുഞ്ഞനാട്ടിൽ നിന്നും തൈമുറ്റത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. സാക്ഷിയുള്ളതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വരാൻ ഭയന്നിട്ട് തന്നെ. പക്ഷെ മുഞ്ഞനാട്ട് പ്രശ്നം രൂക്ഷമായി. ഗോമത ടീച്ചറിന് സ്കൂളിൽ പോകണം. 4 മാസം കഴിഞ്ഞ് പ്രസവിച്ചിട്ട് അവൾക്ക് ഓഫീസിൽ പോകണം. കുഞ്ഞിനെ ആരുടെ അടുത്ത് ഏൽപ്പിക്കും? ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയിലാണ് നടക്കുന്ന ഒരു സത്യം മെല്ലെ എല്ലാവർക്കും ബോധ്യമാവുന്നത്. ലക്ഷ്മി എന്നാണ് ഉദയൻ മോൾക്ക് പേരിട്ടത്. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കൊഞ്ചിച്ചാലും ലക്ഷ്മി മോൾ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല, ശബ്ദിക്കുന്നില്ല, ചിരിക്കുന്നില്ല, വിളി കേൾക്കുന്ന ഭാവമല്ല. ചില കുട്ടികൾ അങ്ങനെയാണ്, പോകെ പോകെ ചിരിക്കും, അല്പം വൈകുന്നേ ഉള്ളൂ. ആ ധാരണയിൽ എല്ലാവരും ഇരുന്നു. 4 മാസമായിട്ടും വ്യത്യാസം കാണാതെ വന്നപ്പോൾ എല്ലാവർക്കും പരിഭ്രമമായി. ഉദയൻ അടുത്ത തവണ വന്നപ്പോൾ വർഷ അങ്കലാപ്പോടെ സംശയം പറഞ്ഞു. ഉദയനും നടുക്കായി. ഇരുവരും കൂടി കുഞ്ഞിനെ ഒരു ഡോക്ടറുടെ അടുത്തെത്തിച്ചു. ഡോക്ടർ കുഞ്ഞിനെ വിശദമായി പരിശോധിച്ചു. ഒടുവിൽ സ്ഥിരീകരിച്ചു, കുഞ്ഞ് ഊമയും ബധിരയുമാണ്. വർഷ ബോധം കെട്ട് വീണുപോയി. കുറച്ച് ദിവസമായിട്ട് ഉദയനും സംശയം തോന്നിയിരുന്നു. കുഞ്ഞിനെ സംബന്ധിച്ച് ഗോമത ടീച്ചർ സമാധാനിപ്പിച്ചു. വർഷ ഇങ്ങനെയായിരുന്നു. 5-6 മാസം കഴിഞ്ഞ പിന്നെയാണ് കാര്യമായിട്ട് ചിരിക്കാനും ശബ്ദിക്കാനും തുടങ്ങിയത്. ആ ശീലമാണ് കുഞ്ഞിനും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് ഉദയനും കരുതി. പക്ഷേ ഇത്തവണ വർഷം
സംശയം പറഞ്ഞപ്പോൾ ഡോക്ടറെ ഒന്ന് കാണിച്ചു അഭിപ്രായം അറിയാമെന്ന് കരുതി. പക്ഷേ ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ ഉദയന് പെരുവിരൽ മുതൽ വൈദ്യുത പ്രവാഹം കയറിയ മട്ടിലൊന്ന് വിറച്ചുപോയി. പിന്നെ സ്തംഭിച്ച് ഒരേ ഇരിപ്പ്. അതുകൊണ്ട് ബോധം കെട്ട് താഴെ വീണ വഷിയൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു സ്തംഭനാവസ്ഥ, ഒരു ഞെട്ടൽ. നെഞ്ചിൽ ഒരു നെരിപ്പോട് എരിയുന്നു, തീ പടരുന്നു. സിസ്റ്റർമാർ വർഷയെ എടുത്തു കിടത്തി. പ്രാഥമിക ശുശ്രൂഷയിൽ അവൾ കണ്ണുകൾ തുറന്നു. എങ്കിലും ഷോക്കേറ്റതുപോലെ ഒരേ ഇരിപ്പ്. വീട്ടിലെത്തിയപ്പോടെ അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. മുന്നിനാട്ട് വീടാകെ സ്തംഭിച്ചു പോയി. പെട്ടെന്ന് വീട്ടിലൊരു മരണം സംഭവിച്ച പോലെ. അതെ, മരിച്ചതിന് തുല്യമാണ് ഇനി ലക്ഷ്മി മോളുടെ ജീവിതം. ആരെന്ത് പറഞ്ഞാലും കേൾക്കാതെ, ആരോടൊന്നും പറയാതെ ഒരു പാവക്കുട്ടിയെപ്പോലെ. എൻ്റെ ഈശ്വര, വർഷ നെഞ്ചിൽ തല്ലിക്കരയുകയാണ്. പീതാംബരം മകളെ സമാധാനിപ്പിക്കാനായി അടുത്ത് നിന്നിരുന്നു. മോളെ കരയാതെ, നമുക്ക് കുഞ്ഞിനെ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചോളെ. ചികിത്സ ഭേദമാക്കാനുള്ളതേ ഉള്ളൂ. കുറച്ച് പണം മുടക്കണമെന്നേ ഉള്ളൂ. ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താം മോളെ. നമുക്ക് മെഡിക്കൽ കോളേജിലോ വേണ്ടി വന്ന വെല്ലൂരോ എവിടെ വേണമെങ്കിൽ പോകാം. കുഞ്ഞ് നോർമലാകുന്നതാണല്ലോ ആവശ്യം. മോൾക്കറിയാതെ. വർഷയ്ക്ക് തെല്ലിൽ പ്രത്യാശ തോന്നി. അവൾ ഉദയൻ്റെ അടുത്തെത്തി. ബെഡിൽ കമന്ന് കിടന്ന് നെഞ്ചിലെ തീയണയ്ക്കാൻ പാടുപെടുകയായിരുന്നു ഉദയൻ. ഉദയേട്ട, നമ്മുടെ പൊന്നുമോള്. ഉദയൻ്റെ ദേഹത്തേക്ക് വീണ് കിടന്നിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. കരച്ചില് അവരുടെ തേങ്ങലൊന്നായി. കണ്ണീരും ഒരുമിച്ച് ചാലുകേറി ഒഴുകിയിറങ്ങി. ഉദയൻ വർഷയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ കണ്ണീരും ഹൃദയത്തിൻ്റെ വേദനയും അവൻ കണ്ടറിഞ്ഞു. എന്നിട്ടും തീരെ പതിയെ പറഞ്ഞു, സാക്ഷി മന്ദബുദ്ധിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചിനുള്ളിൽ ഒരു നെരിപ്പേടരിക്കാൻ തുടങ്ങിയതാണ് എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അതിപ്പോൾ ഞാൻ ഓർക്കണം വർഷേ. ആ നെരിപ്പോടിലെ തീയുടെ ചൂടും ആ ചൂടേൽപ്പിക്കുന്ന കരളിലെ നീറ്റിലും ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ ഒരു ജന്മം മുഴുവൻ ഒതുക്കിയ വേദനയുടെ ആഴവും പരപ്പും ഈ നിമിഷം കൊണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഉദയൻ തലയിൽ തല്ലിക്കരഞ്ഞു. പതിയാണ് അവൻ പറഞ്ഞതെങ്കിലും ചുറ്റിലും പെരുമ്പറ കെട്ടിയാർക്കുന്നത് പോലെയാണ് വാക്കുകൾ അത്രയും വർഷയുടെ കാതിൽ വീണത്. അവൾ പൊളഞ്ഞുപോയി. മുപ്പല്ലിയിൽ കോർത്തെടുത്ത പല്ലിയെപ്പോലെ ആ നെരിപ്പോടിൽ ഓരോ കുടന്ന് നെയ് പകരാനാണ് താൻ ശ്രമിച്ചതെന്ന് അന്ന് ഉദയേട്ടൻ്റെ അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തനിക്കെന്ന് പുച്ഛമാണ് തോന്നിയത്. പക്ഷെ അറിയുന്നുണ്ട് ആ നെരിപ്പോടിൽ നെയ് പകരുന്നതിൻ്റെ ആളൽ. പിറ്റേ ദിവസം ഉദയനും വർഷയും പീതാംബരനും ചേർന്ന് കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. വിദഗ്ധമായ പരിശോധനകൾ, എക്സ്റേ, സ്കാനിങ്, പല പല ഡോക്ടർമാരുടെ പരിശോധനകൾ, ചർച്ചകൾ, അഭിപ്രായങ്ങൾ. പരിശോധന നീണ്ടു. ഒടുവിൽ വെല്ലൂർക്ക് റെഫർ ചെയ്തു. വെല്ലൂർക്ക് പോകുമ്പോൾ ഒപ്പം ഗോമതി ടീച്ചറും പോയി. ഉഷയെയും ഭർത്താവിനെയും വിളിച്ച് ജിഷയ്ക്ക് കൂട്ടിനാക്കിയിട്ടാണ് ഗോമതി ടീച്ചർ പോയത്. അവിടെയും വിദഗ്ധമായ പരിശോധന, ടെസ്റ്റുകളും. അവിടെ ഒരാഴ്ചയിലധികം താമസിച്ചു. പുറത്ത് റൂമെടുത്താണ് അവർ കഴിഞ്ഞത്. ഒടുവിൽ തീരുമാനം അറിഞ്ഞു. ഓപ്പറേഷൻ റിസ്ക്കാണ്, അതും ഈ ചെറിയ പ്രായത്തിൽ. തൊണ്ടയും ചെവിയുമായി ബന്ധപ്പെടുന്ന ഞരമ്പ് വഴിയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. ഒന്നുകിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ കോമയിലാവാം. മൊത്തം തളർച്ച സംഭവിക്കാം. രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. വളരെ ചെറിയ ശതമാനം കൈവിട്ട കളിയാണ്. പൂർണ്ണമായ ഉത്തരവാദിത്തം കുഞ്ഞിൻ്റെ പേരൻസ് ഏറ്റെടുത്താൽ മാത്രം ഓപ്പറേഷൻ നടത്താമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മി മോളെ നെഞ്ചിലടക്കി ചേർത്ത് പിടിച്ച് വർഷ പുലമ്പി. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുത്താൻ ശ്രമിക്കാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പീതാംബരം പറഞ്ഞു. ചെറിയ ശതമാനം മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ സാധ്യത. ചെറിയ ശതമാനം ഉണ്ടല്ലോ മോളെ. ഇവിടുത്തെ ഡോക്ടർമാർ വളരെ വിദഗ്ധരാണ്. പക്ഷെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി വലിച്ചെറിയാനാവൂ അച്ഛാ എൻ്റെ പൊന്നുമോളെ. വർഷ തേങ്ങിക്കരഞ്ഞു. കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്ത് അവൾ അതിൻ്റെ നെറുകയിലും കുഞ്ഞു മുഖത്തും മുത്തം നൽകി. മുത്തേ, അമ്മയുടെ ചക്കര മുത്തേ, നിന്നെ ഈ അമ്മ കൊല്ലാൻ കൊടുക്കില്ലടാ, അവൾ പുലമ്പി. നമുക്ക് ഡോക്ടർമാരെ വിശ്വസിക്കാൻ ശ്രമിക്കാം വർഷേ, ഉദയം പറഞ്ഞു. ഇല്ല, എനിക്ക് വിശ്വാസമില്ല, വർഷ തീർത്ത് പറഞ്ഞു. സംസാരിക്കാനും കേൾക്കാനും വയ്യാത്ത കുഞ്ഞല്ലേ. ഇത് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി അവരെങ്ങാനും കെയർലെസ് ആയാലോ? എന്ത് വിഡ്ഢിത്താണ് വർഷ നീ പറയുന്നത്? ഡോക്ടർമാർക്ക് നമ്മുടെ കുഞ്ഞ് സംസാരിക്കാനും കേൾക്കാനും വയ്യാത്ത ഒരു മാംസപ്പിണ്ടല്ല, ഒരു ജീവൻ മാത്രമാണ്. എത്ര പാടുപെട്ടാലും ഒരു ജീവൻ നിലനിർത്താനേ അവർ ശ്രമിക്കൂ, വെട്ടിമുറിച്ച് കളയാനില്ല. ഉദയൻ ശാസിച്ചു. വർഷ എന്നിട്ടും സമ്മതിച്ചില്ല. കരച്ചിൽ തന്നെ.
ഒടുവ് പിന്നെ ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. ഓപ്പറേഷൻ നടത്തിയ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാനാണ് ഉദയൻ ശ്രമിച്ചത്. സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നല്ലോ ഉദയേട്ടാ നല്ലത്, വർഷ ചോദിച്ചു. ആ, ഉദയൻ മൂളി. നമ്മുടെ മോളെ ഉമ്മയായി പോയതിൽ ഉദയേട്ടന് സങ്കടമാണോ? ഉദയൻ അവളെ നോക്കി. ഉദയേട്ടൻ നമ്മുടെ മോളെ വെറുക്കുമോ? ഉദയൻ അമ്പരപ്പോടെ അവളെ നോക്കി. എന്നിട്ട് പതിയെ പറഞ്ഞു, പൊട്ടിയായ മകൾക്ക് വേണ്ടി പ്രായമേറെയായിട്ടും ആരൊക്കെ വിലക്കിയിട്ടും പാറമടയിൽ പോകുകയും പാറ പൊട്ടിക്കുകയും ഒടുവിൽ അതിനിടയിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്ത അച്ഛൻ്റെ മകനാണ് ഞാൻ. അച്ഛൻ സാക്ഷിയെ എങ്ങനെയെല്ലാം സന്തോഷിപ്പിച്ചിരിക്കുന്നു, എത്ര സ്നേഹിച്ചിരുന്നുവെന്ന് അടുത്തറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ കുഞ്ഞു ഊമയായാലും നല്ലതായാലും സ്നേഹിക്കാൻ എനിക്ക് കഴിയും. നമ്മൾ ഇത്ര പാവികളായിപ്പോയല്ലോ ഉദയേട്ടാ, വർഷ എണ്ണിപ്പെറുക്കി കരഞ്ഞു. കുഞ്ഞിനുണ്ടായിരുന്ന ദൗർഭാഗ്യം, കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ആശുപത്രികൾ മാറി മാറിയുള്ള സഞ്ചാരം, അതിനിടയിൽ മനപ്രയാസം. ഉദയൻ തൈമറ്റത്തേക്ക് പോയതേയില്ല. അവിടെ സാക്ഷിയും ദേവൂട്ടിയും തമ്മിൽ യുദ്ധം തന്നെ. ഉദയൻ സ്വയം തീയിൽ ദഹിക്കപ്പെട്ട് ഒഴയുന്നതിനാൽ അമ്മയും പെങ്ങളെയും തൽക്കാലം മറന്നു. അവർക്ക് ചെലവിനുള്ളത് എത്തിക്കാനും മറന്നു. വിനയൻ ഏറെ സ്നേഹവാനായിരുന്നു. ഉദയനേക്കാൾ സ്നേഹം എപ്പോഴും വിനയനാണെന്ന് സുഖവും പറയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെയും കാണാനില്ല. ഇരുവരും തൈമറ്റത്ത് എത്താതിരുന്നതിനാൽ സാക്ഷിക്കാണ് ഏറെ പ്രശ്നം. അവൾക്ക് വയറ് നിറയ്ക്കാൻ ചോറോ പാവടക്കുള്ളിൽ പെറുക്കിയിട്ട് കൊണ്ടു നടന്ന് തിന്നാൻ പലഹാരമില്ല. സാക്ഷി വീണ്ടും അയൽവക്കത്തെ അടുക്കളയിൽ കയറാൻ തുടങ്ങി. തരം കിട്ടിയ കൈയിട്ടെടുക്കാനും സാക്ഷിക്ക് മടിയില്ല. ദേവൂട്ടി ശാസിച്ചും ശിക്ഷിച്ചും നോക്കി. സാക്ഷിക്കുണ്ടോ നാണം? ദിവസവും എന്നില്ല, എപ്പോഴും അവളുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ദേവൂട്ടി മടുത്തു. മക്കളുടെ അടുത്ത് നിന്ന് താനും സാക്ഷിയും ജീവിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കണോ? അതോ പാറമടയിൽ പോയി മെറ്റലടിക്കണോ? മെറ്റലടിച്ചാൽ തനിക്കും സാക്ഷിക്കും ജീവിക്കാനുള്ളതും ചെലവിനുള്ളതും കിട്ടും. പക്ഷെ ഒരിക്കൽ പോയതിന് മരുന്നും ആഹാരം ആ അവസ്ഥയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിഷേധിച്ച ആളാണ്. മരിച്ചുപോയ ആ മനുഷ്യനെ താൻ വേണി അപമാനപ്പെടുത്തണോ? ദേവൂട്ടിയെ, മരിച്ചുപോയ സുഖുവിൻ്റെ ഭാര്യ, അവരിപ്പോൾ മെറ്റലടിച്ചാൽ കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ ആൾക്കാർ പറയും. അത് പാടില്ല. മരണം വരെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജീവിച്ച ആളാണ്. താനായിട്ട് ആ പേര് അപമാനപ്പെടുത്തണ്ട. മക്കളെ തന്നെ ആശ്രയിക്കാം. മുന്നോട്ട് പോകാൻ ദേവൂട്ടിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഉദയൻ അവിടെ കാണുകയില്ല. വർഷയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ വയ്യ. ദേവൂട്ടി ഈട്ടിക്കലിലേക്ക് പോയി. അവിടെ വിനയനുണ്ടാവുമല്ലോ. മകൻ്റെ മുൻപിൽ കൈനീട്ടുന്നതിന് അപമാനമില്ലല്ലോ. താൻ 10 മാസം ചുവന്ന് പ്രസവിച്ച മകനല്ലേ. സാക്ഷിയെ ഏലമ്മയുടെ അടുത്താക്കിയിട്ട് ദേവൂട്ടി ചെല്ലുമ്പോൾ കടയിൽ തിരക്കിട്ട പണിയിലായിരുന്നു വിനയൻ. അമ്മയോ, ഞാനങ്ങോട്ട് വരണമെന്ന് കരുതിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഒന്ന് വരാൻ കഴിയണ്ട അമ്മേ, തീരെ സമയമില്ലേ. വിനയൻ ചിരിയോടെ ഇറങ്ങി വന്നു. ശ്രുതി, ഇതാര് വന്നതെന്ന് നോക്കിയേ അമ്മ, വിനയൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ശ്രുതി ഇറങ്ങി വന്നു. ദേവൂട്ടിയുടെ കണ്ണുകൾ അവളുടെ തെല്ലുന്തിയ ഉദരത്തിൽ തങ്ങിയിരുന്നു. 6-7 മാസം കഴിഞ്ഞിട്ടുണ്ട്. വരും അമ്മേ. ശ്രുതിയെ ദേവൂട്ടി സ്വീകരിച്ചു. മെലിഞ്ഞ അസ്ഥികൂടം പോലെ കട്ടിൽ കിടക്കുന്ന സരസു ദേവൂട്ടിയെ കണ്ടപ്പോൾ കണ്ണുമിഴിച്ചു നോക്കി. ആ കുഴിഞ്ഞ കണ്ണുകളും നിറഞ്ഞു. സാക്ഷിയോടെ അമ്മയെ, അവളെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അങ്ങനെ ഒരു വാക്ക് ശ്രുതി ചോദിച്ചില്ല. വിനയനെങ്കിലും ചോദിക്കുമെന്ന് കരുതി. അതുണ്ടായില്ല. എല്ലാവർക്കും ശല്യം അവളാണ്. അവളുടെ അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാ. താനെയും അവൾക്ക് വേണ്ടിയാണ് കൈനീട്ടാൻ എത്തിയത്. ഇത് ചത്തുപോയിരുന്നെങ്കിൽ ശല്യം കൂടുമ്പോൾ താനും ചിന്തിച്ചു പോകുന്നില്ലേ? ചാകുകയില്ല. ഇത്തരം പാഴജന്മങ്ങൾക്ക് ആയുസ് ഇരട്ടിയാണ്. ഒരസുഖവും വരില്ല, ഒരപകടവും സംഭവിക്കില്ല. ദേവൂട്ടിക്ക് കണ്ണുകൾ നിറഞ്ഞു. ശ്രുതി എടുത്തു വെച്ച പലഹാരം വായിലേക്ക് വെക്കാൻ സങ്കടം സമ്മതിച്ചില്ല. കഴിക്കാതെ അവരെഴുന്നേറ്റ് കൈയഴുകി. പറമ്പിലും കാച്ചിലും ചേമ്പും ചേനയൊക്കെ കൃഷിയുണ്ട്. അതും നോക്കി വീടിന് പിൻവശത്തെത്തുമ്പോൾ ദേവൂട്ടി നിന്നുപോയി. കുളിമുറിക്കപ്പുറത്ത് വിനയൻ്റെയും ശ്രുതിയുടെയും സംഭാഷണം. താൻ കേൾക്കാതിരിക്കാനാവും പിൻവശത്ത് അവർ നിൽക്കുന്നത്. സംസാരം പതിയാണ്. ആ പണം ഇന്നലെയല്ലേ ബാങ്കിലടച്ചത്? ഇന്നലെ അല്ലായിരുന്നോ പൈസ അടയ്ക്കേണ്ടെന്ന് ഡേറ്റ്? ശ്രുതി പറയുന്നു. ഓ, ഞാനതങ്ങ് മറന്നു. വിനയൻ്റെ ശബ്ദം. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 500 രൂപ നിൻ്റെ തന്നില്ലേ, സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞ്. അതെങ്ങതാ? അതെടുത്താൽ എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എപ്പോഴാണോ ഒരാവശ്യം വരികയെന്നറിയില്ല. അപ്പോൾ ഓടി നടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞല്ലോ വിനയേട്ടൻ ആ പണം എൻ്റെ തന്നത്. അതെ, അത് ഞാൻ എടുത്താൽ എങ്ങനെയാണെന്ന്. എന്ന് വെച്ചാൽ അമ്മ വന്നത് കണ്ടില്ലേ? പൈസയ്ക്കാകും. അമ്മയെ വെറും കൈയോടെ വിടാൻ പറ്റൂ ശ്രുതി? ഇവിടെ കിടന്ന് പെടുന്ന പാട് നിങ്ങളുടെ അമ്മയ്ക്ക് വന്ന് കൈനീട്ടിയാൽ മതിയല്ലോ.
ദേവൂട്ടി നടുങ്ങിപ്പോയി. കേൾക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അല്പം വിഷന്നാൽ സാച്ചി ബഹളം ഉണ്ടാക്കും ശ്രുതി, അതാണ് കാര്യം. വിനയനെ അനുനയിപ്പിച്ചു. സാച്ചി, എന്നോടതിൻ്റെ കാര്യം മിണ്ടണ്ട. എൻ്റെ ഏട്ടനെ കൊന്നതാ. എനിക്കതിൻ്റെ പേര് പോലും കേൾക്കണ്ട. തിന്നു പിടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. ഓരോരുത്തരെ കെട്ടുകെട്ടിക്കാനും കൊല്ലിക്കാനും അതിന് നല്ല വിരുദ്ധ. പതുക്കെ പറയേണ്ട ശ്രുതി, അമ്മയെങ്ങാനും കേട്ടാ? കേട്ടാലെന്താ? എനിക്കെന്താ? ഇത്തരം പാഴ ജന്മത്തിനെ പെറ്റിട്ടില്ലേ? അതിനെ തീറ്റിപ്പോറ്റാൻ മാത്രം നിങ്ങളുടെ അച്ഛൻ വയസ്സുകാലത്ത് പാറതെല്ലാം പോയില്ലേ? ശ്രുതി ഈർഷ്യയോട് തുറന്നു. അങ്ങേരുടെ അധ്വാനഫലം മുഴുവൻ ആ ജന്തു തിന്നുമുടിച്ചു. ഇനി നിങ്ങൾ 2 ആങ്ങളമാരാണുള്ളത്. നിങ്ങളെ കൂടി തിന്നുമുടിപ്പിക്കാൻ അതിൻ്റെ പുറപ്പാട്. ദേവൂട്ടി ചെവി പൊത്തിപ്പിടിച്ചു. ഉദ്യോഗസ്ഥർ 2 പേരുണ്ടല്ലോ, അവർ കൊടുക്കാണ്ടിരിക്കുമോ? അവരും കൊടുക്കട്ടെ. നമുക്കിതുപോലെ കടം കിടക്കുമ്പോഴാണ്. എന്നാലും നീ ഒരു 10-200 രൂപയെങ്കിലും താ ശ്രുതി. വൈകുന്നേരം ഞാൻ തിരിച്ചു തന്നേക്കാം. തിരിച്ചു തരണം, എന്നാലും ഞാൻ തരൂ. ശ്രുതി താക്കീത് കൊടുക്കുന്നുമില്ല. താൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണത്തിന് വേണ്ടി വിനയൻ ഭാര്യയുടെ കെഞ്ചുന്നു. ഉദയനെ പോലെ വിനയനും ഭാര്യയുടെ അടിമയായിപ്പോയോ? ദേവൂട്ടി നിന്നില്ല. മകനും ഭാര്യയും ഉമ്മറത്തെത്തും മുൻപ് ദേവൂട്ടി പടിയിറങ്ങി. വേഗം നടന്നു. വേഗം. മൂത്ത മകനും ഭാര്യയും തിരിഞ്ഞു നോക്കുന്നില്ല. ഇളയ മകനും ഭാര്യയും തമ്മിൽ കണക്ക് പറയുന്നു, പ്രാകുന്നു. വേണ്ട, അവരുടെ ഒന്നും പണം തനിക്ക് വേണ്ട, സാച്ചിക്കും വേണ്ട. മരിച്ചുപോയ മനുഷ്യനെ ഓർത്താൽ എന്തെങ്കിലും പണിക്ക് പോകാനും തോന്നില്ല. മനുഷ്യനെ മറന്ന പണിക്ക് പോകാം, സാച്ചിക്ക് ആഹാരം കൊടുക്കാം. പക്ഷേ ഞാൻ ചത്തു കഴിഞ്ഞാലും സാച്ചിയെ കൊണ്ട് നീ ഒറ്റയ്ക്കാകും. ചിലപ്പോൾ കഞ്ഞിക്ക് പോലും വിഷമിക്കും. അവളെങ്ങനെ വിശക്കുന്നതും കരയിക്കുന്നതും എനിക്ക് സങ്കടം ദേവൂട്ടി. അതുകൊണ്ട് നീ അതിന് ഇത്തിരി വിഷം മേടിച്ച് കലക്കി കൊടുത്തേക്കണം. പാപം തീരാൻ മിച്ചുള്ളത് നീയും കുടിച്ചോടി. സുഖുവിൻ്റെ വാക്കുള്ള ദേവൂട്ടിക്ക് ഓർമ്മ വന്നു. അവർ നിന്നുപോയി. വരാൻ പോകുന്നത് എന്താണെന്ന് ആ മനുഷ്യൻ മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങേ ലോകത്ത് നമുക്കൊരുമിച്ച് കഴിയാമെന്ന് ആ പ്രത്യാശ. മരിക്കുന്നവരെ തന്നെയും മകളെയും ജീവനായിരുന്നു. പ്രത്യേകിച്ച് സാച്ചിയെ. അവളെയും കൊണ്ടങ്ങ് ചെല്ലുന്നല്ലേ നല്ലത്? അതെ, അതാണ് നല്ലത്. ദേവൂട്ടി തീരുമാനിച്ചു. വരുന്ന വഴിക്ക് കണ്ട ആദ്യം വളക്കടയിലേക്ക് അവർ കയറി. ആ കടയിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ദേവൂട്ടിയുടെ മനസ്സ് കല്ലുപോലെ ഉറച്ചിരുന്നു. പക്ഷേ ദേവൂട്ടി വീട്ടിലെത്തുമ്പോൾ സാച്ചിയില്ല. അയൽവക്കത്തെങ്ങും സാച്ചി ഉണ്ടായിരുന്നില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.